പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഒക്ടോബർ 1 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ന് ഒക്ടോബർ 1 കെൽട്രോൺ ആരംഭിക്കുന്ന ഒരു പുതിയ കെൽട്രോൺ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഒരു പുതിയ പ്രൊഡക്റ്റ് എന്താണ്? ആ പ്രൊഡക്റ്റിൻ്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്ന വ്യക്തി 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പ്രഖ്യാപിച്ചു. ആർക്കാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്? ഇന്ത്യ കസഖ്സ്ഥാൻ്റെ ഒരു എക്സസൈസ് ഇന്നലെ ആരംഭിച്ചു. ഈ ഒരു എക്സസൈസിൻ്റെ പേരെന്താണ്? ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 1 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഏത് സംഗീത ബാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂമാൻ കോളേജ് ബാൻഡ്. ആദ്യമായിട്ട് ഓൾ ഗേൾസ് നാഷണൽ കാഡറ്റ് കോർപ്സിന്റെ NCCയുടെ ഒരു ബാൻഡ് 2025 ആദ്യ പരേഡിൽ പങ്കെടുക്കാൻ പോവുകയാണ്. ഈ ബാൻഡിന്റെ പേരാണ് ന്യൂമാൻ കോളേജ് ബാൻഡ്. NCC ഓൾ ഗേൾസിന്റെ ഈ ബാൻഡ് സംഘം ഇതിൽ മോറ്റുപുഴയിലുള്ള നിർമ്മല കോളേജ്, MA കോളേജ്, സെന്റ് പീറ്റേഴ്സ് കോളേജ് എന്നുള്ള കേഡറ്റ്സിന്റെ ഒരു ബാൻഡ് സംഘമാണ്. ഇതിന്റെ പേരാണ് ന്യൂമാൻ കോളേജ് ബാൻഡ്. ആദ്യമായിട്ടാണ് ഓൾ ഗേൾസ് NCC അതായത് നാഷണൽ കാഡറ്റ് കോർപ്സിന്റെ ഒരു മ്യൂസിക് ബാൻഡ് സംസ്ഥാനത്ത് നിന്ന് ആദ്യ പരേഡിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഓൾ ഗേൾസ് NCC കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണ്. അതായത് ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആയിട്ടുള്ള ആദ്യ പരേഡിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നത്. ന്യൂമാൻ കോളേജ് ബാൻഡ് ആണ് ഈ ഒരു ബാൻഡിന്റെ പേര്. ആർഡി പരേഡാണ്, അതായത് റിപ്പബ്ലിക് ഡേ പരേഡാണ് NCCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവന്റ്. ആർഡി പരേഡിൽ നൽകുന്ന ഒരു അവാർഡ് ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് ബാനർ എന്ന ഒരു അവാർഡ്. എല്ലാ വർഷവും NCCക്ക് നൽകുന്ന ഈ അവാർഡ് കഴിഞ്ഞ 3 വർഷമായിട്ട് ലഭിക്കുന്നത് മഹാരാഷ്ട്രയ്ക്കാണ്, ഡയറക്ടറേറ്റ് മഹാരാഷ്ട്രയ്ക്കാണ്. ഇപ്പോൾ കേരളത്തിലെ ന്യൂമാൻ കോളേജ് ബാൻഡ് ആണ് 2025 ആർഡി പരേഡിൽ പങ്കെടുക്കാൻ പോകുന്ന ബാൻഡ് ടീം. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കേരളത്തിൽ തുറക്കുന്നത് ഏത് കമ്പനിയാണ്? കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡ്, KCCL. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ന് ഒക്ടോബർ 1 ആരംഭിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് സൂപ്പർ കപ്പാസിറ്റർ പ്രൊഡക്ഷൻ. ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ നടത്തുകയാണ്. കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂപ്പർ കപ്പാസിറ്റർ പ്രൊഡക്ഷൻ സെൻറ്റർ ആരംഭിക്കുന്നത്. ഏതാണ്ട് 42 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണ്. ഇതിൽ 18 കോടിയോളം ഇതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. കെൽട്രോണെ കുറിച്ച് പറയുകയാണെങ്കിൽ 1974 ഒക്ടോബർ 8 കെൽട്രോൺ സ്ഥാപിതമായിട്ടുള്ളത്. ഈ ഒരു ഇൻഡസ്ട്രി ബെൽജിയം രാജ്യത്തുള്ള അലൂമിനിയം ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റേഴ്സ് എന്ന ഉൽപാദനം ബെൽജിയം രാജ്യത്തുള്ള സ്പ്രേക്ക് ഇലക്ട്രോമാഗ് ആയിട്ട് സഹകരിച്ചാണ് കേരളത്തിൽ കെൽട്രോൺ ഈ ഒരു ഉൽപാദനം നടത്താൻ പോകുന്നത് കപ്പാസിറ്റേഴ്സിന്റെ. കേരളത്തിലെ ഇൻഡസ്ട്രിക്ക് നല്ലൊരു തുടക്കം തന്നെ പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു പുതിയൊരു പ്രൊഡക്ഷൻ, സൂപ്പർ കപ്പാസിറ്റർ പ്രൊഡക്ഷന്റെ ഉൽപാദനം. RRR ചാമ്പ്യനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ച കേരളത്തിൽ നിന്നുള്ള ആരുടെ പേര്? സുബ്രഹ്മണ്യൻ. മൻ കി ബാത് എന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റേഡിയോ പ്രോഗ്രാം ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ. ഇന്നിപ്പോൾ 100 എപ്പിസോഡ്സ് കവിഞ്ഞിരിക്കുന്ന മൻ കി ബാത് എന്ന പ്രോഗ്രാം, ഇതിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 അതായത് ഇന്നലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കേരളത്തിലെ സുബ്രഹ്മണ്യം എന്ന വ്യക്തിയെക്കുറിച്ച് എടുത്തു പരാമർശിച്ചത് അദ്ദേഹത്തെ RRR ചാമ്പ്യൻ എന്ന രീതിയിലാണ്. മൻ കി ബാത് എന്ന ഈ പ്രോഗ്രാമിൽ അദ്ദേഹം ഈ പ്രാവശ്യം എടുത്തു പറഞ്ഞ ഒന്നാണ് വേസ്റ്റ് ടു വെൽത്ത് എന്ന മന്ത്രത്തെക്കുറിച്ച്. അതായത് ജനങ്ങളിലേക്ക് ഇന്ന് ഇപ്പോൾ ഇറങ്ങിച്ചെന്നിരിക്കുന്ന ഒന്നാണ് വേസ്റ്റ് ടു വെൽത്ത്. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള വേസ്റ്റ് ടു വെൽത്ത്, അതായത് വീണ്ടും റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്ന ഒരു മന്ത്രം. അതായത് നമുക്ക് ഏതൊരു ഐറ്റംസും വീണ്ടും അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വേസ്റ്റ് വെൽത്ത് എന്ന മന്ത്രം ആണ് അദ്ദേഹം മൻ കി ബാത്തിലൂടെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹം കേരളത്തിലെ കോഴിക്കോടുള്ള 74 വയസ്സുള്ള സുബ്രഹ്മണ്യം എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു. 16 വയസ്സിൽ ആരംഭിച്ചിട്ടുള്ള, അതായത് കസേരകളെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന തൊഴിൽ ഇന്നിപ്പോൾ 74 വയസ്സായിട്ടും അദ്ദേഹം തുടർന്നു കൊണ്ടുപോകുന്നു. ഏതാണ്ട് 23,000 കസേരയാണ് അദ്ദേഹം ഈ ഒരു കാലയളവിൽ ഉപയോഗിക്കാൻ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സുബ്രഹ്മണ്യം, അദ്ദേഹത്തെക്കുറിച്ചാണ് മൻ കി ബാത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി RRR ചാമ്പ്യൻ എന്ന് പരാമർശിച്ചിട്ടുള്ളത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ് നൽകുന്നത്? മിഥുൻ ചക്രവർത്തി.
നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു നടനാണ് മിഥുൻ ചക്രവർത്തി. മിഥുൻ ചക്രവർത്തിക്കാണ് 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി ആദരിക്കുന്നത്. ഒക്ടോബർ 8-ാം തീയതി 70ാമത്തെ നാഷണൽ ഫിലിം അവാർഡ് സെറമണിയിൽ വെച്ച് 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മിഥുൻ ചക്രവർത്തിക്ക് നൽകി ആദരിക്കും. ഫിലിം ഇൻഡസ്ട്രിയിലെ ആജീവാനന്ദ സേവനത്തിന് നൽകുന്ന ഒരു അവാർഡ് ആണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 1969 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള പ്രൊഡ്യൂസറും ഡയറക്ടറും സ്ക്രീൻ റൈറ്ററായിട്ടുള്ള ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്ന പേരിൽ അറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ദുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്ന വ്യക്തിയുടെ പേരിലാണ് ആരംഭിച്ചിട്ടുള്ളത്. 1969 2024 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കാൻ പോകുന്നത് മിഥുൻ ചക്രവർത്തിക്കാണ്. 2024 സെപ്റ്റംബർ 30 ആരംഭിച്ച ഇന്ത്യ കസഖ്സ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 8ാം പതിപ്പിന്റെ പേരെന്താണ്? എക്സസൈസ് കാസിൻഡ്. എക്സസൈസ് കാസിൻഡ് KAZ എന്നാൽ കസഖ്സ്ഥാൻ, IND ഇന്ത്യ. ഇന്ത്യ കസഖ്സ്ഥാന്റെ ഒരു എക്സസൈസ് ആണ് എക്സസൈസ് കാസിൻഡ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30-ാം തീയതി ആരംഭിച്ച ഈ ഒരു എക്സസൈസ് ഈ പ്രാവശ്യം നടക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ഓളി എന്ന സ്ഥലത്തുള്ള സൂര്യ ഫോറിൻ ട്രെയിനിങ് നോഡിൽ വെച്ചാണ്. 8ാമത്തെ ഒരു എഡിഷൻ ആണ്, 8ാമത്തെ പതിപ്പാണ് എക്സസൈസ് കാസിൻഡ് ഇന്ത്യ കസഖ്സ്ഥാന്റെ. 2016 ഈ ഒരു എക്സസൈസ് ആരംഭിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 13 വരെയാണ് ഉത്തരാഖണ്ഡിൽ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ എഡിഷൻ, അതായത് 7ാമത്തെ എക്സസൈസ് ഇന്ത്യ കസഖ്സ്ഥാനിലെ ഒട്ടാർ എന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒക്ടോബർ 30 മുതൽ നവംബർ 11 വരെയായിരുന്നു. പ്രധാനമായിട്ടും കൗണ്ടർ ടെററിസം എന്ന ഒരു മേഖലയിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു എക്സസൈസ് ആണ് എക്സസൈസ് കാസിൻഡ് ഇന്ത്യ കസഖ്സ്ഥാന്റെ എക്സസൈസ്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 27,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ കളിക്കാരനായി മാറിയത് ആരാണ്? വിരാട് കോഹ്ലി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ആണ്, അതായത് സെപ്റ്റംബർ 30 വിരാട് കോഹ്ലി 27,000 റൺസ് തികച്ചു. അദ്ദേഹത്തിന്റെ ഓൾ ഫോർമാറ്റിൽ വൺ ഡേ, ഇന്റർനാഷണൽ, T20, ടെസ്റ്റ് മത്സരങ്ങൾ ഇതിലൂടെ 27,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ പ്ലെയർ ആയിട്ട് മാറി വിരാട് കോഹ്ലി. 623 ഇന്നിംഗ്സിൽ സച്ചിൻ 27,000 റൺസ് പൂർത്തിയാക്കിയപ്പോൾ ശ്രീലങ്കയുടെ കുമാര സംഗക്കാര 648 ഇന്നിംഗ്സിലായിരുന്നു. ഓസ്ട്രേലിയയുടെ റിക്കി പോണ്ടിങ് 650 ഇന്നിംഗ്സിലാണ് ഈ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ വിരാട് കോഹ്ലി ആണെങ്കിൽ 594 ഇന്നിംഗ്സ്, അതായത് 600 ഇന്നിംഗ്സ് താഴെയാണ് വിരാട് കോഹ്ലി 27,000 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഇത്രയും റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ബാറ്റ്സ്മാൻ. 2024 സെപ്റ്റംബർ 30 ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വ്യോമസേന മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. ഇന്നലെ സെപ്റ്റംബർ 30 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് മാറി. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ആയിരുന്നു എയർ ചീഫ് മാർഷൽ VR ചൗധരി. അദ്ദേഹത്തിന് പകരമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയ ചീഫ് ആണ് എയർ ചീഫ് മാർഷൽ AP സിംഗ്. ഏതാണ്ട് 5000 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള 1984 ഇന്ത്യൻ എയർഫോഴ്സിൽ കമ്മീഷൻ ഓഫീസർ ആയിട്ട് വന്നിട്ടുള്ള AP സിംഗ് ആണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയ ചീഫ് എയർ ചീഫ് മാർഷൽ AP സിംഗ്. 2024 സെപ്റ്റംബർ 30 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയ ജമൈക്കയുടെ പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ ആൻഡ്രൂ ഹോൾനസ്. ജമൈക്കയിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ ആൻഡ്രൂ ഹോൾനസ് ആദ്യമായിട്ടാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായിട്ട് പല ഈവന്റിൽ കണ്ടുമുട്ടിയിട്ടുള്ളതും പല പ്രാവശ്യം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആണ് ജമൈക്കയുടെ ഡോക്ടർ ആൻഡ്രൂ ഹോൾനസ്. 4 ദിവസത്തെ സന്ദർശനമാണ് ഇന്ത്യയിൽ. ഇന്നലെ സെപ്റ്റംബർ 30 അദ്ദേഹം ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു. ജമൈക്ക എന്ന രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജമൈക്ക ഒരു കരീബിയൻ ഐലൻഡ് നേഷൻ ആണ്. ഇതിന്റെ ക്യാപിറ്റൽ ആണ് കിങ്സ്റ്റൺ. കറൻസി ജമൈക്കൻ ഡോളർ. ലാംഗ്വേജ് ഇംഗ്ലീഷ്. 2024 സെപ്റ്റംബർ 30 കൗൺസിൽ ഓഫ് യൂറോപ്പിന്റെ 2024 വാക്ലവ് ഹാവൽ ഹ്യൂമൻ റൈറ്റ് പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? മരിയ കൊറീന മച്ചാഡോ. വെനിൻസുല എന്ന രാജ്യത്തിന്റെ ഓപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ള മരിയ കൊറീന മച്ചാഡോക്കാണ് 2024 സെപ്റ്റംബർ 30 കൗൺസിൽ ഓഫ് യൂറോപ്പിന്റെ 2024 വാക്ലവ് ഹാവൽ ഹ്യൂമൻസ് റൈറ്റ് പ്രൈസ് നൽകി ആദരിച്ചത്. യൂറോപ്പിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ് വാക്ലവ് ഹാവൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രൈസ്. എല്ലാ വർഷം നൽകുന്ന ഒരു അവാർഡ് ആണ് വാക്ലവ് ഹാവൽ പ്രൈസ് അവാർഡ്. 2024 ലഭിച്ചിട്ടുള്ളത് വെനിൻസുലയിലെ പൊളിറ്റിക്കൽ ഫിഗർ ആയിട്ടുള്ള
പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള മാരിയ കൊറീന മച്ചാഡോയാണ്. 60,000 പൗണ്ട് ആണ് ഇതിൻ്റെ സമ്മാനത്തുക. വെനിസുല എന്ന രാജ്യം തെക്കേ അമേരിക്കയുടെ വടക്കൻ തീരത്തുള്ള ഒരു രാജ്യമാണ്. ക്യാപിറ്റൽ ആണ് കരാക്കസ്. കറൻസി വെനിസൂലിയൻ ബോളിവർ. ഔദ്യോഗിക ഭാഷയാണ് സ്പാനിഷ്. മാരിയ കൊറീന മച്ചാഡോ വെനിസൂലയിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർ. ലേറ്റസ്റ്റ് ആയിട്ട് 2024 വാക്ലവ് ഹാവൽ പ്രൈസ് അവാർഡ് ലഭിച്ചു. ഇന്നലെ സെപ്റ്റംബർ 30 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, SBIയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് MS ധോണി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫാമിലി SBI ഫാമിലിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് സ്മൃതി മന്ദാന. ഇപ്പോൾ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഏത് സംഗീത ബാൻഡാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂമാൻ കോളേജ് ബാൻഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കേരളത്തിൽ തുറക്കുന്നത് ഏത് കമ്പനിയാണ്? കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് ലിമിറ്റഡ്. RRR ചാമ്പ്യനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ച കേരളത്തിൽ നിന്നുള്ള ആരുടെ പേര്? സുബ്രഹ്മണ്യൻ. 2024 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ആർക്കാണ് നൽകുന്നത്? മിഥുൻ ചക്രവർത്തി. 2024 സെപ്റ്റംബർ 30 ആരംഭിച്ച ഇന്ത്യ കസഖ്സ്ഥാൻ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ 8ാം പതിപ്പിന്റെ പേരെന്താണ്? എക്സസൈസ് കാസിൻഡ്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 27,000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ കളിക്കാരനായി മാറിയത് ആരാണ്? വിരാട് കോഹ്ലി. 2024 സെപ്റ്റംബർ 30 ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വ്യോമസേന മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ അമർപ്രീത് സിംഗ്. 2024 സെപ്റ്റംബർ 30 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയ ജമൈക്കയുടെ പ്രധാനമന്ത്രിയുടെ പേര്? ഡോക്ടർ ആൻഡ്രൂ ഹോൾനെസ്. 2024 സെപ്റ്റംബർ 30 കൗൺസിൽ ഓഫ് യൂറോപ്പിന്റെ 2024 വാക്ലവ് ഹാവൽ ഹ്യൂമൻ റൈറ്റ് പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? മരിയ കൊറീന മച്ചാഡോ. ഇന്ന് ഒക്ടോബർ 1 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, 2024 മികച്ച ചിത്രത്തിനുള്ള ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏത് സിനിമയാണ് നേടിയത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ഓരോ ദിവസം ജേഡിസ് കറണ്ട് അഫയേഴ്സ് നൽകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. Thank you very much.